السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على سيد الأنبياء والمرسلين محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പ്രിയങ്കരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കാനും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനും എങ്ങനെയാണ് റമദാൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തേണ്ടത് എന്നതിനെപ്പറ്റി പഠിക്കാനുമാണ് ഈ പ്രഭാഷണം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മിക്കവാറും കഴിഞ്ഞ ജുമാ ഖുതുബകളിലൂടെ ഈ വിഷയത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ സന്ദർഭത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിഷയാവതരണം പൂർത്തിയാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. കൂടിപ്പോയാൽ ബാങ്ക് കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് വരെ എടുക്കും. അതിനു മുമ്പ് എൻ്റെ പരമാവധി എൻ്റെ വിഷയാവതരണം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമ്മെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസം സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ റമദാനെ പറ്റി, റമദാനിലെ നോമ്പിനെ പറ്റി ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇനി അടുത്ത ആഴ്ച റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് വ്രതാനുഷ്ഠാനം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പരിവർത്തനം എന്താണ്? ഇത് മതി. പരിവർത്തനം എന്തായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളുടെയും മൗലികമായ ലക്ഷ്യം നമ്മെ നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനും അവന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിക്കാൻ ഉള്ള ഒരു സന്നദ്ധത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിലെ ഇബാദത്തുകൾ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇവയാണ് ഏറ്റവും അടിസ്ഥാന ഇബാദത്തുകൾ. പിന്നെ ഇതിൻ്റെ അനുബന്ധമായ ഇബാദത്തുകളാണ് ബാക്കിയെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ഇബാദത്തുകളുടെയൊക്കെ ഒരു മൗലികമായ പ്രത്യേകത, അല്ലെങ്കിൽ ഇത് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തന്ന അതിബൃഹത്തായ ചില അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവോട് അങ്ങേയറ്റത്തെ ശുക്ർ നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. മറ്റു പല ലക്ഷ്യങ്ങളും അതിനുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി. ഒന്ന്, ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും. രണ്ടാമത്തത്
സമ്പത്ത്. മൂന്നാമത്തത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് കനിഞ്ഞ് അരുളിയിട്ടുള്ള അവൻ്റെ ജീവിതം. അപ്പം ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള നന്ദി പ്രകാശനമായിട്ടാണ് വസ്കുറൂനി അസ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണം, നിങ്ങൾ എന്നോട് നന്ദി കെട്ടവർ ആകാൻ പാടില്ല. ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. നാം അവന് മാർഗം കാണിച്ചു കൊടുത്തു. ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം, ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ, അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനായി ജീവിക്കാം. ഖുലിൽ ഹഖ്ഖു മിൻ റബ്ബിക് ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ. റസൂലേ, താങ്കൾ ഹക്ക് പറയുക, ഇസ്ലാം പ്രബോധനം ചെയ്യുക. ഇഷ്ടമുള്ളവൻ വിശ്വാസിയാവട്ടെ, അല്ലെങ്കിൽ അവൻ നന്ദി കെട്ട കാഫറായി പോയിക്കോട്ടെ. നമുക്ക് അല്ലാഹു ജീവിതം അരുളി നൽകിയതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി പറയുന്നിടത്ത് ജീവിതവും മരണവും നാം സൃഷ്ടിച്ചതാണ്. ഈ യബുലുവക്കും അയ്യക്കും അഹ്സനു അമല. ഈ ജീവിതം കൊണ്ട് ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത്, പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആ പരീക്ഷണത്തിൽ മാറ്റുരയ്ക്കപ്പെടുന്ന രണ്ട് കാര്യമാണ് നമ്മിലെ നന്ദിയും നമ്മിലെ നന്ദികേടും. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും ഈ അനുഗ്രഹങ്ങളുമായി ബന്ധിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമസ്കരിക്കുക. നമസ്കരിക്കാൻ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് വേണ്ടത് ഓർമ്മ ശക്തിയാണ്. ആരോഗ്യം ശാരീരികമായി ഇല്ല എങ്കിൽ നിൽക്കാൻ പറ്റില്ല, കിടക്കുക തന്നെയാണ്. ശരീരം ചലിപ്പിക്കാൻ കഴിയും, പക്ഷെ ഓർമ്മ ശക്തിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമസ്കാരം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അത് നിർവഹിക്കണം. ഫഅ്ബുദ് റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. അത് നിലച്ചു പോകുന്ന അവസാന നിമിഷം വരെയും ഒഴിവാക്കാൻ പറ്റാത്ത ഇബാദത്താണ് ഈ നമസ്കാരം. അപ്പം അല്ലാഹ് നൽകിയ ആരോഗ്യം, അല്ലാഹ് നൽകിയ ഓർമ്മ, ബുദ്ധി, ഇതാണ് നമസ്കാരത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഓർമ്മയില്ലാത്തവന് നമസ്കാരമില്ല, ബുദ്ധിയില്ലാത്തവന്, ഭ്രാന്ത് പിടിച്ചവന്, കുട്ടിക്ക് ഇതൊന്നും നമസ്കാരമില്ല. അപ്പം അതുകൊണ്ട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരോഗ്യ ഓർമ്മശക്തിയാണ്. ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ല എങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും കഴിഞ്ഞ റമദാനിൽ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നു. പലരും നമ്മുടെ കൂട്ടത്തിൽ ചിലർ മരിച്ചുപോയി. ചില ആളുകൾ രോഗക്കിടക്കയിൽ കിടപ്പിലായിപ്പോയി. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ, പരിപൂർണമായ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും റമദാനിലേക്ക് വളരെ ആരോഗ്യത്തോടു കൂടി എത്തിച്ചേരാൻ, കാരണം ഈ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇഷാ ജമാഅത്ത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പറ്റി നാളെ നമ്മൾ പറയാൻ പോകുന്ന വർത്താനാണ്. ഇന്നലെ ജുമായ്ക്ക് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ ഇന്നില്ല. എത്രയോ ആളുകളാണ് അങ്ങനെ പോകുന്നത്. അപ്പം അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, അതിനുള്ള നന്ദി നമ്മൾ പടച്ചവനോട്. ഇതാണ് ഈ നമസ്കാരം. ഏറ്റവും പൂർണ്ണതയുള്ള ആരോഗ്യവാനായ ഒരാളുടെ നമസ്കാരത്തിൻ്റെ രൂപം നമുക്കറിയാം. അതിൽ നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ഈ സുജൂദ്. സുജൂദ് എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗ പ്രണാമം എന്നാണ്. മനുഷ്യൻ്റെ നെറ്റി, മൂക്ക്, 2 കൈകൾ, മുട്ട്, പെരുവിരൽ, അങ്ങനെ 8 അവയവങ്ങളും പടച്ചവൻ്റെ മുമ്പിൽ കുത്തി നിൽക്കുകയാണ്. നമ്മൾ മുട്ട് വേറെ ആരുടെയും മുമ്പിൽ കുത്താൻ പാടില്ല. നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ നടു വളയ്ക്കും. നടു അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ലാതെ വേറെ ആരുടെയും മുമ്പിൽ നമ്മൾ വളയ്ക്കാൻ പാടില്ല. സറണ്ടർ ചെയ്യുന്നതിൻ്റെ അടയാളമാണ് കൈ ഇങ്ങനെ ഉയർത്തുക. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പോലീസ് കൈ ഇപ്പോൾ കള്ളൻ അല്ലെങ്കിൽ പ്രതി കൈ ഉയർത്തി സറണ്ടർ ചെയ്തിരിക്കുന്നു. നാം അള്ളാഹിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിരിക്കുന്നു. നമസ്കാരം അതാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതം നൽകിയ അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുക എന്ന അതിബൃഹത്തായ ഒരു ഇബാദത്താണ്. ഇബാദത്തിൻ്റെ മൗലികമായ ലക്ഷ്യം അത് തന്നെയാണ്.
നിങ്ങൾ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കുക. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി. അള്ളാഹിനെ ഓർക്കാത്തവന് നമസ്കാരം ഇല്ല. രണ്ടാമത്, ജീവിതത്തിൽ എല്ലാ മ്ലേച്ഛത്തരങ്ങൾ, വൃത്തികേടുകൾ, ഇത് ഉപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. അത്തമി സ്വലാത്ത ദിക്രി, അത്തമി സ്വലാത്ത ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമുക്ക് നിരന്തരം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണത്. രണ്ടാമത്തെ ഇബാദത്ത് സക്കാത്താണ്. നമസ്കാരം കഴിഞ്ഞാൽ ഈ സക്കാത്ത് എന്തിനുള്ളതാണ്? സമ്പത്ത് അള്ളാഹ് നൽകിയതിനുള്ള ശുക്രിൻ്റെ ഭാഗമായിട്ടാണ്. സമ്പത്തുള്ള ആരും അത് കൊടുക്കണം. കുട്ടിയാണെങ്കിൽ അവൻ്റെ സമ്പത്ത്, ആ സമ്പത്ത് സംരക്ഷിക്കുന്നയാൾ വർഷാവർഷം സക്കാത്ത് കൊടുക്കണം. ഭ്രാന്തൻ്റെയും കൊടുക്കണം. അതിനെന്തില്ല, ആരോഗ്യം ബാധിത സമ്പത്ത് ആണ് സക്കാത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ നോമ്പ് ആരോഗ്യമുള്ളവന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. ശാരീരികമായ ആരോഗ്യം. അയ്യാമ മഅ്ദൂദ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. എന്താണ്? രോഗിയും യാത്രക്കാരനുമാണെങ്കിൽ അവൻ പിന്നീട് രോഗം മാറിയിട്ട് അവസരം കിട്ടിയാൽ നോമ്പ് പിടിച്ചു വീട്ടുക. വാലല്ലദീന യുതീഖൂനഹു ഫിദിയ, നോമ്പ് പിടിക്കാൻ കഴിയാത്തവൻ ഫിദിയ കൊടുക്കുക. തഅമു മിസ്കീൻ, ഒരു അഗതിക്ക് അന്നമെന്ന നിലയിൽ. അപ്പം അതുകൊണ്ട് ആരോഗ്യം ഇത് വലിയ ഒരു സംഗതിയാണ്. ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കണ്ണ് ഉള്ളവന് കാഴ്ചയുടെ വിലയറിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ സുജൂദ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന, എൻ്റെ അടുത്ത് നമസ്കരിച്ച പ്രായമുള്ള ഇക്ക സുജൂദ് ചെയ്തിട്ട് തയ്യാത്തി ഇരിക്കാൻ പറ്റില്ല, മുട്ടുകുത്തി നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ചില ആളുകൾക്ക് ഇരുന്നല്ലാതെ, കസേര ഇരുന്നല്ലാതെ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കുട്ടികൾ, യുവാക്കൾ, ഇപ്പോഴും വാർദ്ധക്യത്തിലേക്ക് പോയിട്ടില്ലാത്തവർ, പടച്ചവൻ നമുക്ക് നൽകിയ ഈ മഹത്തായ അനുഗ്രഹത്തിന് അങ്ങേയറ്റത്തെ നന്ദിയുള്ളവർ ആയി മാറണം. അറബിയിലെ ഒരു അർത്ഥവാക്യമുണ്ട്, ഷൈആനി മഹസൂനാൻ, രണ്ട് കാര്യങ്ങൾ. അത് വളരെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. റജുലുൻ ലം യദ്ഖുലിൽ മസ്ജിദ ഇല്ലാ ഫി ജനാസതിഹി, തൻ്റെ ജനാസയ്ക്കാണ് അയാൾ പള്ളിയിൽ കയറിയത്. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ മാറി എല്ലാവരും പള്ളിയിൽ വരികയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത, ജമാഅത്തിൽ പങ്കെടുക്കുക, ജുമായിൽ പങ്കെടുക്കുന്നത് പോലെ മറ്റ് വഖത്തുകളിൽ പങ്കെടുക്കാറില്ല. അപ്പോൾ റജുലുൻ ലം യദ്ഖുലിൽ മസ്ജിദ ഇല്ലാ ഫി ജനാസതിഹി, തൻ്റെ ജനാസയ്ക്കാണ് അയാൾ പള്ളിയിൽ വന്നത്. അതിന് മുമ്പ് പള്ളി കണ്ടിട്ടില്ല. വംറഅത്തുൻ, രണ്ടാമത്തെ ദുഃഖകരമായ യാഥാർത്ഥ്യം, ഒരു സ്ത്രീയാണ്. ലം തസ്തുർ ഔറത്തഹ ഇല്ലാ ഫി കഫനിഹ, തൻ്റെ കഫനിലാണ് അവൾ തൻ്റെ ഔറത്ത് പൂർണ്ണമായിട്ടും മറച്ചത്, അതിന് മുമ്പ് മറച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങേയറ്റത്തെ പ്രയാസമുള്ള, ദുഃഖിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മരണം വന്ന് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിച്ചേരാനും, നിനക്ക് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കുന്നതിന് മുമ്പ് നീ നിനക്ക് വേണ്ടി നമസ്കരിക്കൂ. ജനങ്ങൾ നിനക്ക് വേണ്ടി നമസ്കരിക്കും. ഉസല്ലി ഫർദാല ഹാദൽ മയ്യിത്തി എന്ന് പറഞ്ഞ് കൈകെട്ടുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യുക? നിനക്ക് വേണ്ടി ഉസല്ലി ലില്ലാഹി തആല സലാത്തൽ ജുമാഅത്തി, അല്ലെങ്കിൽ സലാത്ത സുബഹി, ഞാൻ സുബഹി അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നീ പള്ളിയിൽ വരണം. അതിപ്പോൾ ഈ ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് മരിച്ചാലും പള്ളിയിൽ കയറാൻ പറ്റുള്ളൂ. ഹനഫി മദ്ഹബ്, ഇവിടെ ഹനഫി മദ്ഹബ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലല്ലോ, ഇവിടെ ഈ പ്രദേശത്ത് ഹനഫി മദ്ഹബ് ഇല്ലല്ലോ, ഇല്ല. ഹനഫി മദ്ഹബിൽപ്പെട്ട ആളുകളാണെങ്കിൽ മരിച്ചാൽ ജനാസ പള്ളി കയറ്റില്ല, പുറത്ത് വച്ചാണ് ജനാസ താമസം. കാരണം ഹനഫി മദ്ഹബ് പ്രകാരം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നാൽ നജസാണ്, നജസ് പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്നാണ്. അത് നജസാണോ അല്ലേ അത് വേറെ വിഷയമാണ്. പക്ഷേ ഹനഫി മദ്ഹബ് പ്രകാരം മരിച്ചാലും പള്ളിയിൽ കയറ്റില്ല. മരിച്ചാൽ കൊണ്ടുപോയി ഖബറടക്കുക. ഖബർസ്ഥാനിനോടനുബന്ധിച്ച് ഒരു വലിയ ഓഡിറ്റോറിയം മറ്റോ ഒക്കെ ഉണ്ട്, അവിടെ വെച്ചാണ് മയ്യത്ത് നമസ്കരിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഷാഫികളായ നമുക്ക് മരിച്ചാലെങ്കിലും പള്ളിയിൽ കയറാനുള്ള സ്വാഭാവികം. പക്ഷെ അങ്ങനെ കയറിയിട്ട് കാര്യമില്ല. ജനങ്ങളെല്ലാവരും കൂടി അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്കരിക്കാത്ത ഒരു മനുഷ്യന് വേണ്ടി അള്ളാഹു മുഫർ ലഹു റഹമു വഫനു വാഫി എന്ന് ചൊല്ലിക്കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളൂ? അള്ളാഹു സബ്ബിത്തു ഇന്ദ സ്വാൽ, ഖബർ അടക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ പടച്ചവൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി സാഷ്ടാംഗം പ്രണമിച്ച് പടച്ചവനിലേക്ക്, ഇതാണ് ഈ നമസ്കാരം. സക്കാത്ത് സമ്പത്തിൻ്റെ, നോമ്പാകട്ടെ ആരോഗ്യം ഉള്ള ആൾക്കാണ്, ഹജ്ജ് ഇതെല്ലാം ഉള്ള ആൾക്കാണ്. മുതലും വഴിയും ദേഹസുഖവും ഹജ്ജുൽ ബൈത്തിന് ഷർത്താണ്. അപ്പം അതുകൊണ്ട് അള്ളാഹ് നൽകിയ ഓർമ്മ, ആരോഗ്യം, ബുദ്ധി, സമ്പത്ത്, ഇതിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്
ഈ ഇബാദത്തുകളുടെയൊക്കെ മൗലികമായ ഒരു ലക്ഷ്യം. അതുകൊണ്ട് പടച്ചവനോട് അങ്ങേയറ്റത്തെ ശുക്റുള്ള ആളുകളായി നമ്മൾ മാറണം. ഇതാണ് എല്ലാ ഇബാദത്തുകളുടെയും മൗലികമായ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായിക്കൊണ്ട് നമ്മെ പടച്ചാമ്പുരാൻ നേരത്തെ സൂചിപ്പിച്ചു, പടച്ചാമ്പുരാൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കുക. നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കാനും വിധേയപ്പെടുത്തി കൊടുക്കുവാനും അല്ലാതെ വേറെ ഒരു ശക്തിയുമില്ല. ഇതാണ് ലോകത്ത് പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത്. അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കും. വജ്തനിബു താഗൂത്ത്, അള്ളാഹു നിങ്ങളെ തെറ്റിച്ച് കളയുന്ന എല്ലാ ദുശക്തികളിൽ നിന്നും നിങ്ങൾ അവയൊക്കെ പാടെ വർജിച്ച് പടച്ചവനിലേക്ക് വരൂ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച, എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. ഇതേ പ്രയോഗം തന്നെയാണ് നോമ്പിനെ പറ്റിയിട്ടുള്ള ആയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കും സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, എന്തിനു വേണ്ടി? നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. ഇപ്പം ഇബാദത്ത്, മാനവരാശിയോട് അള്ളാഹ് പറയാം, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളയാണത്. അതുകൊണ്ട് വഴി നിങ്ങൾക്ക് എന്താ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തഖ്വയുള്ളവർ ആകും. വിശ്വാസികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് നോമ്പ്. എല്ലാ സമൂഹങ്ങൾക്കും നോമ്പുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ഇബാദത്തുകളുടെയൊക്കെ മൗലികമായ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ് നമ്മൾ തഖ്വയുള്ളവർ ആയിത്തീരുക. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മത, ഭക്തി, ഭയം എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. പക്ഷെ ആ വാക്കുകളൊന്നും തഖ്വ എന്ന ആ അറബി പദത്തിൻ്റെ, ഖുർആനികമായ പദത്തിൻ്റെ ആശയത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുന്നതല്ല. വിശാലമായ, അതിനേക്കാൾ വിശാലമായ, ഇസ്ലാമിനോളം തന്നെ വലുപ്പവും വ്യാപ്തിയും ഉള്ള കാര്യമാണെന്ത്? തഖ്വയുള്ളവരാ. അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലേ? വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കൂ. വത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വണ്ണം സൂക്ഷിക്കൂ. യാ അയ്യുഹന്നാസു തഖു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നല്ല വർത്താനം പറയുക. നമ്മൾ ജുമായിലൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ തഖ്വയുള്ളവരാകുക. എന്താണ് അപ്പോൾ ഈ തഖ്വ? ഭയം, ഭക്തി എന്നൊക്കെ ഉള്ളത്, പടച്ചവനോടുള്ള ഭയം, പടച്ചവനോടുള്ള ഭക്തി, ഇതൊക്കെ തഖ്വയിൽ ഇൻക്ലൂഡഡ്, ഉൾച്ചേർന്നിട്ടുള്ള ഘടകമാണ്. എന്നാൽ എന്താണ് ഈ തഖ്വ? ഖുർആനോട് ചേർത്ത് തഖ്വ പറയുന്നു, നോമ്പിനോട് ചേർത്ത് തഖ്വ പറയുന്നു. മാനവരാശിയോടുള്ള അള്ളാഹുവിൻ്റെ വലിയ ആഹ്വാനം ഒന്നാമത്തെ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യൂ. അതിൻ്റെയും ലക്ഷ്യം എന്താണ്? നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അപ്പം എന്താണ് ഈ തഖ്വ? എന്താണ് ഈ തഖ്വയുടെ ആശയം? പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനം അറിയാം. എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹിൻ്റെ കൽപ്പന ജീവിതത്തിൽ പാലിക്കുക. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ വർജിക്കുക. അള്ളാഹിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ, അമ്ര നഹി. അള്ളാഹ് കുറേ കാര്യങ്ങൾ നമ്മോട് എന്തായി കൽപ്പിച്ചത്? നിസ്കരിക്കാൻ ആണോ കൽപ്പിച്ചത്? സക്കാത്ത് കൊടുക്കാൻ മാത്രമാണോ കൽപ്പിച്ചത്? അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ മാത്രമാണ്, ഇബാദത്തുകൾ മാത്രമല്ല അള്ളാഹിൻ്റെ കൽപ്പനയിലുള്ളത്. വിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, നമസ്കരിക്കൂ എന്ന് പറഞ്ഞ അഖീമു സ്വലാത്ത വ ആതു സക്കാത്ത വർക്കഉ മഅർ റാക്കിഈൻ, ഈ സ്വഭാവത്തിൽ വളരെ കുറച്ച് ആയത്തുകളേ ഉള്ളൂ. ബാക്കി എല്ലാ കൽപ്പനാ നിരോധനങ്ങളും ജീവിതത്തിൻ്റെ വ്യാവഹാരിക മണ്ഡലങ്ങളുമായി. ഇസ്ലാമിന് കുറേ അടിത്തറകളുണ്ട്. ഒന്ന് അതിൻ്റെ അഖീദ, നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ ആദർശ വിശ്വാസ കാര്യങ്ങൾ, അഖീദ. രണ്ടാമത്തത് എന്താണ്? അതിൻ്റെ ഇബാദത്തുകൾ, അനുഷ്ഠാനങ്ങൾ. അഖീദ എന്ന് പറഞ്ഞാൽ 6 ഇസ്ലാം കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി ഖാലൂ സമീഅനാ വഅതഅനാ ഖുർആനക റബ്ബനാ വഇലൈക്കൽ മസീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. വിശുദ്ധ ഖുർആനിൽ ആമന റസൂൽ നമുക്കറിയാവുന്നതാണ്, അത് വിശദീകരിക്കുന്നില്ല. ഖുർആന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ,
ഈ ഖുർആൻ ആർക്കുള്ള മാർഗദർശനമാണ്? ഇത് മുഴുവൻ മാനവരാശിക്കുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഹിദായത്ത് ആർക്കാ കിട്ടുള്ളൂ? മുത്തഖീങ്ങൾക്കേ കിട്ടുള്ളൂ. എന്നിട്ട് മുത്തഖീങ്ങളുടെ ക്വാളിറ്റി ഖുർആൻ പറയാൻ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഈമാൻ കാര്യമാണ്, ഇസ്ലാം കാര്യമില്ലാത്തുണ്ട്. യുഅ്മിനൂന ബിൽ ഗൈബ, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുക. ഇസ്ലാം അതിൻ്റെ വിശ്വാസ സംഹിതയെ കെട്ടിപ്പടുത്തിട്ടുള്ളത് അദൃശ്യ കാര്യങ്ങളിലുള്ള, നമുക്ക് ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ, ആധുനിക ലോകവും ഭൗതിക നാഗരികതയും ഭൗതിക വ്യവസ്ഥകളും ഇസ്ലാമും തമ്മിലുള്ള ഈ വേർതിരിയുന്നത് ഇവിടെ വച്ചാണ്. അത് കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഉള്ളത് ഏതാണ്? കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് മാത്രമേ ഉള്ളത്. പടച്ചോനെ ആരും കണ്ണുകൊണ്ട് കണ്ടപ്പോൾ പടച്ചോനെ ഇല്ല, നുണയാണ്. പരലോകം ആരും കണ്ണുകൊണ്ട് കണ്ടില്ല, അതുകൊണ്ട് അത് നുണയാണ്. നരകം, സ്വർഗം നുണയാണ്. വിചാരണ നുണയാണ്. ഇതൊക്കെ അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ പഴംപുരാണങ്ങളാണ്. ഇൻ ഹിയ ഇല്ല അസാതീറുൽ അവ്വലീൻ ഇത്തതബ അലയ്യ വഹിയ തുംല അലൈഹി ബുക്രത്തം വാസി. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇത് പഴംപുരാണങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് ജീവിതം ഇതിൻ്റെ അകത്തൊക്കെ തുളച്ച് ഈ അല്പ ആയുസ് നിങ്ങൾ പാഴാക്കി കളയരുത്. കളിക്കൂ, വിനോദിക്കൂ, സന്തോഷിക്കൂ, ജീവിതത്തിൽ അറമാദിക്കൂ. ഇതാണ് ഭൗതിക നാഗരികത മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ശാസ്ത്രം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം ഈ സുഖകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്നോളജിയുടെ ലക്ഷ്യം എന്താണ്? ജീവിതം സുഖകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. സയൻസിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. ആ അർത്ഥത്തിലാണ്. അപ്പോൾ അത് ഈ ഭൗതിക നാഗരികതയുടെ മസ്തകത്തിൽ ഇസ്ലാം അടി കൊടുക്കുന്നത് ഈ അദൃശ്യ കാര്യങ്ങൾ, മെറ്റാഫിസിക്കലായ അഭൗതികമായ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കുക. അത് അംഗീകരിക്കേണ്ട ഈ ദുനിയാവിലല്ല, മരിച്ച് കഴിഞ്ഞിട്ട് മരണം ആസന്നമായി കഴിയുമ്പോൾ ആളുകളുടെ മുമ്പിൽ ഈ അദൃശ്യ ലോകത്തിന്റെ കവാടങ്ങൾ മറനീക്കി പുറത്തു വരും. കശഫ്ന അൻക ഖിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. അന്ന് നമ്മുടെ കണ്ണുകൾക്ക് ഇരുമ്പിന്റെ അത് തുളച്ചു കയറും. അന്ന് വരെയും കാണാത്ത യാഥാർത്ഥ്യം അസറായിലിനെ കാണുന്നു, മരണത്തെ കാണുന്നു. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ല. ഖുർആൻ പറയുകയാണ്, കല്ലാ, അങ്ങനെയല്ല കാര്യങ്ങൾ. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ഈ ദുനിയാവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതിൽ കെട്ടുകഥയാണ്, പഴംപുരാണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. അന്നേ ദിവസം ചില മുഖങ്ങൾ ശോഭിതമായിരിക്കും തന്റെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടർ എന്താണത്? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് അവൻ ചോദിക്കും, ആരാണ് എന്നെ ഒന്ന് മന്ത്രിച്ച് തരാൻ, ആശ്വസിപ്പിക്കാൻ? താൻ ഇനി ജീവിതത്തിലേക്ക് മടങ്ങില്ല, ഇത് അവസാനത്തെ ഒടുക്കത്തെ ശ്വാസമാണ്. അപ്പോൾ തന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിസ്സഹായനായ അയാൾ മരണത്തിന്റെ വക്ത്രത്തിൽ, മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ഡോക്ടർ പരിശ്രമിക്കുന്നു, നഴ്സുമാർ പരിശ്രമിക്കുന്നു, ബന്ധുക്കൾ തടകും, തലവോട്, പക്ഷേ ആശ്വാസം കിട്ടുന്നില്ല. കാലൊക്കെ നീട്ടി നിവർത്തി ഇഴ പിരിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ട് മരിച്ചു പോകുന്ന ആ ഘട്ടത്തെ പറ്റി ഖുർആൻ പറയുകയാണ്. ഇലാ റബ്ബിക യൗമഇദിൻ മസാഖ്, അന്നേ ദിവസം അവൻ്റെ മടക്കം പടച്ചാമ്പരാലേക്കാണ്. അന്ന് അവൻ കാണാൻ തുടങ്ങും യാഥാർത്ഥ്യങ്ങൾ, താൻ അതുവരെയും നിഷേധിച്ച യാഥാർത്ഥ്യം. അപ്പോഴാണ് അവൻ ചോദിക്കുക, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ എനിക്ക് അല്പസമയം കൂടി തരാണെങ്കിൽ അസ്സദ്ദഖ വഅകും മിന സ്വാലിഹീൻ കല്ലാ ഇന്നഹാ കരീമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ. ഇത് വെറും വർത്താനാണ്. ഇങ്ങനെയൊക്കെ പലതും പറയണം. നീ രോഗമായി കിടന്നപ്പോൾ പടച്ചോൻ എൻ്റെ രോഗം മാറ്റി തരണമേ, ഞാൻ നിസ്കരിച്ചോളാം. കടം കയറിയ പടച്ചോൻ എൻ്റെ കടത്തിൽ നിന്ന് നീ എനിക്ക് മുക്തി തരണം, ഞാൻ നിന്റെ മാർഗത്തിൽ ജീവിച്ചോളാം. അങ്ങനെ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ട് പക്ഷേ അല്ലാഹ് നമ്മൾ ഓരോ കാര്യത്തിനും രക്ഷപ്പെടും. ഫലമ്മാൻ അജ്ജാകും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പടച്ചോനിൽ പങ്കു ചേർക്കും. പിന്നെ പടച്ചോനോട് ചെയ്ത കരാറൊക്കെ മറന്നുപോകും. അത് പാടില്ല. നാം പടച്ചവനെ കുറിച്ചുള്ള നിരന്തരമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കണം. പടച്ച തമ്പുരാന് ജീവിതത്തെ, ഇതിനാണ് തഖ്വ എന്ന് പറയും. തിസാൽ അവാമിരില്ലാ വജ്തിനാബു നവാഹി, അല്ലാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പാലിക്കുക, അവന്റെ വിലക്കുകൾ
അതെത്ര കടുപ്പമുള്ളതാണ് എങ്കിലും അതിലേക്ക് അടുക്കാൻ പാടില്ല. എവിടെയാണ് പടച്ചവന്റെ കൽപ്പനയും വിലക്കളൊക്കെ? വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പോയി ഇപ്പോൾ റമദാൻ മാസം വരാൻ പോവുകയാണ്. റമദാനിൽ എല്ലാവരും ഖത്തം തീർക്കും. ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യാത്തവരായി നമ്മുടെ സമുദായത്തിൽ ആരുമില്ല. ഈ റമദാനിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ആ ഖുർആൻ വായിക്കുന്നതോടൊപ്പം തന്നെ ആശയം കൂടി ഗ്രഹിക്കുവാൻ തീരുമാനിക്കണം, സാധ്യമാകുന്നിടത്തോളം. എന്നിട്ട് നിങ്ങൾ അള്ളാന്റെ കൽപ്പന നിങ്ങളത് ചെയ്യരുത് എന്ന്, ഇതാണ് കൽപ്പനയും വിലക്കും. ഈ കൽപ്പനകളും വിലക്കുകളും ഏതാണ് എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ നേരത്തെ പറഞ്ഞ 4 അനുഗ്രഹങ്ങൾ, ഓർമ്മ, ബുദ്ധി, നിങ്ങൾ എന്താണ് ഓർക്കേണ്ടത്, നിങ്ങൾ എന്താണ് ഓർക്കാൻ പാടില്ലാത്തത്, നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ എന്താണ് ചിന്തിക്കാൻ പാടില്ലാത്തത്, നിങ്ങൾ എവിടെ നിന്നാണ് സമ്പത്ത് എടുക്കേണ്ടത്, എവിടെ നിന്നാണ് സമ്പത്ത് എടുക്കാൻ പാടില്ലാത്തത്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എവിടെയാണ് വിനിയോഗിക്കേണ്ടത്, ഇതാണ് അള്ളാന്റെ ദീന്റെ ഈ ശരിയായിട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ അഖീദ, ആദർശം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിത്തറ. രണ്ടാമത്തെ ഇബാദത്ത്, വിശുദ്ധ ഖുർആനിൽ ഇബാദത്തുണ്ട്. മൂന്നാമത്തെ എന്താണ്? അഖ്ലാഖ്, നമ്മുടെ ജീവിതത്തിനും സ്വഭാവത്തിനും പ്രകൃതത്തിലൊക്കെ ഉണ്ടായിത്തീരേണ്ട സദ്ഗുണങ്ങൾ, ധാർമ്മികമായ ഗുണങ്ങൾ, അതിനെ പറ്റി ഖുർആനിലുണ്ട്. പിന്നെയുള്ളത് എന്താണ്? നിയമങ്ങൾ, അഹ്കാം, നിയമങ്ങൾ. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉള്ളത്. വിഗ്രഹാരാധന പാടില്ല, അഖീദയുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്, വിലക്കാണ്. എന്താണ്? നിങ്ങൾ അല്ലാഹുവിലാരെയും പങ്കു ചേർക്കരുത്. അപ്പൊ ഷിർക്കിന്റെ, കുഫറിന്റെ, ഫുസൂഖിന്റെ, നിഫാഖിന്റെ, ഇസ്യാന്റെ എല്ലാ ആദർശങ്ങളും വർജിച്ച് നിങ്ങൾ ഇസ്ലാമിന്റെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ള ബൃഹത്തായ സന്ദേശം. റമദാൻ മാസത്തിലെ നോമ്പിനെ പറ്റി പറയുന്നിടത്തൊരു പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. ആര് മ്ലേച്ഛമായ വാക്ക് വെടിയുന്നില്ലയോ, അതനുസരിച്ചുള്ള കർമ്മം വെടിയുന്നില്ലയോ, അവൻ പട്ടിണി കിടന്നിട്ട് പടച്ചവനൊരു ആവശ്യമില്ല. അവൻ ദാഹവും വിശപ്പും സഹിക്കുന്നത് പടച്ചവന് വേണ്ട. നിന്റെ വിശപ്പ് എനിക്ക് വേണ്ട, നിന്റെ ദാഹം എനിക്ക് വേണ്ട, നിന്റെ നോമ്പ് എനിക്ക് വേണ്ട. അപ്പം അതുകൊണ്ട് ഈ കൗലു സൂർ എന്ന് പറയാൻ നമ്മൾ വിചാരിച്ച് പൊയ് വർത്താനം പറയുക, അതും അതിൽ പെട്ടതാണ്. അതിൻ്റെ ഏറ്റവും ലഘുവായ അർത്ഥമാണത്. നമ്മൾ വർത്താനം പറയുമ്പോൾ ഏക്ഷണി, പലദൂഷണം, പരിഹാസം, കളവ്, ഇതൊക്കെ കൗലു സൂറാണ്. ഏറ്റവും വലിയ കൗലു സൂർ എന്താണ്? വജിത്തനിബു രിജിസമിനൽ ഔസാനി വജിത്തനിബു കൗല സൂർ എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഷിർക്കിന്റെ, കുഫറിന്റെ ആദർശങ്ങൾ, ഇസ്ലാമിന് വിരുദ്ധമായ ആദർശ ആശയ സംഹിതകൾ ലോകത്തുനിന്ന് ധാരാളമായി അത് പടർന്നു പന്തലിച്ചുകൊണ്ട് ഭൗതികവാദം അതിൽപ്പെട്ടതാണ്. അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. ലിബറലിസം അതിൽപ്പെട്ടതാണ്. അതിൻ്റെ സ്വാധീനഫലമായിക്കൊണ്ട് സാംസ്കാരികമായ, ധാർമ്മികമായ ഒരുപാട് അപജയങ്ങൾ സമൂഹത്തിൽ ദൃശ്യമായി കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത്, സദാചാര രംഗത്ത്, ലൈംഗിക വിശുദ്ധിയുടെ കാര്യത്തിലൊക്കെ വലിയ അപകടം സംഭവം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ മാസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, കേരളത്തിലെ എയ്ഡ്സ് രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരിൽ 60% ആളുകളും 14-നും 24-നും പ്രായത്തിനിടയിലുള്ള കുട്ടികളും യുവാക്കളുമാണ്. ഇതെങ്ങനെ സംഭവിച്ചത്? വ്യഭിചാരത്തിലൂടെയല്ലേ? ഇതാരാ ഇതിന്റെ കവാടം തുറന്നു കൊടുത്തത്? നമ്മുടെ വ്യവസ്ഥയും സംവിധാനവും അല്ലേ? അപ്പൊ ഇതിനെ ചെറുക്കാൻ കഴിയുന്ന ആദർശമാണ് ഇസ്ലാമിൻ്റെത്. അതിനെ ചെറുക്കാൻ കഴിയുന്നവണ്ണം നമ്മെ പര്യാപ്തമാക്കിയെടുക്കുന്നതാണ് അതിൻ്റെ ഇബാദത്ത്. അതിനെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ട നിയമപരമായ ചട്ടക്കൂടാണ് ഇസ്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ 4 അടിത്തറകളിൽ നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇബാദത്ത്. നോമ്പ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നോമ്പ് മറ്റ് ഇബാദത്തുകളിൽ വ്യത്യാസം ഉണ്ട്. കാരണം നോമ്പിലേക്ക് പ്രവേശിച്ച ഷവ്വാൽ, റമദാന്റെ അമ്പിളി മാനത്ത് പിറന്നത് മുതൽ ഷവ്വാൽ അമ്പിളി വരെയുള്ള ആ 1 മാസം, അതിൻ്റെ ഓരോ നിമിഷവും റമദാനാണ്. പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതേ ഉള്ളൂ. നോമ്പ് മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ റമദാൻ തന്നെയാണ്, വ്രതത്തിൽ തന്നെയാണ് അപ്പോഴും ഉള്ളത്. വ്രതത്തിന് ഭംഗം വരുത്തുന്ന അതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കാം, ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാം. അതുമാത്രമല്ല, മനുഷ്യ ജീവിതത്തെ അള്ളാന്റെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഈ പ്രക്രിയയിൽ നിന്ന് നാം മുക്തമാകുന്നില്ല. അപ്പൊ 24 മണിക്കൂറല്ല, 30 ദിവസവും ഇബാദത്തിൽ ഏർപ്പെടുക. നമസ്കാരം സുബഹി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമസ്കാരത്തിലേക്ക് എന്തുണ്ട്? സമയങ്ങളുണ്ട്. പക്ഷെ നോമ്പ് അങ്ങനെ 1 മാസം തുടർച്ചയായി
നമ്മെ ഒരു പ്രത്യേക പരിശീലനത്തിലൂടെ കൊണ്ടുപോകുക. നമ്മുടെ സകലാവയവങ്ങളും, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, നമ്മുടെ അവയവങ്ങൾ എല്ലാം പടച്ചവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാത്ത ഒരു മാസം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മെ പരിവർത്തിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി. അള്ളാന്റെ കൽപ്പന ജീവിതത്തിൽ പാലിക്കുക, അവന്റെ വിലക്ക് ഏതാണ് കണ്ടത്. അപ്പോൾ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ്, ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു അസൈൻമെന്റ്, നമ്മൾ എല്ലാ കുട്ടികൾക്കറിയാം, ക്ലാസ് കഴിഞ്ഞാൽ അസൈൻമെന്റ് കൊടുക്കും അധ്യാപകർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ അധ്യാപകനാണ് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ റമദാന്റെ മദ്രസയിൽ പങ്കെടുക്കുന്നവരാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് നൽകുന്ന അസൈൻമെന്റ് അള്ളാന്റെ കൽപ്പനകൾ എന്ത്, എന്നോട് എന്താ കൽപ്പിച്ചത്, എന്നോട് എന്താണ് വിലക്കിയത്, ഇത് കണ്ടെത്തുക. എന്നിട്ട് ഈ കൽപ്പനയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും വിലക്കുകളെ ഒഴിവാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ജീവിതം, ഇതാണ് ഇസ്ലാമികമായ ജീവിതം. മറ്റൊരു സന്ദർഭത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് അത്തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫ് മിനൽ ജലീൽ, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഭയമാണ്. പടച്ചവനെ ഭയപ്പെടണം. കാരണം എന്താ ഈ പടച്ചവനെ ഭയപ്പെടുക എന്ന് വെച്ചാൽ എന്തോ ഇടുത്തി നമ്മുടെ മേൽ കൊണ്ടുപോയിടുന്നല്ല. പടച്ചവന്റെ മുമ്പിൽ നമ്മൾ നാളെ എന്ത് ചെയ്യേണ്ട? അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. പടച്ചവന്റെ സന്നിധാനത്തിൽ നമ്മൾ പോയി നിൽക്കേണ്ടതാണ്. വിചാരണാവേളയിൽ മഹ്ശറിൽ ലാ തസൂല ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങളെപ്പറ്റി വിചാരണ ചെയ്യും, ചോദ്യം ചെയ്യും. അതിന് കൃത്യമായ മറുപടി കൊടുക്കണം. ആയുസ്സിനെ പറ്റി, യൗവനത്തെ പറ്റി, ധനത്തെ പറ്റി, ഇൽമിനെ പറ്റി. എന്തിനാണ് ആയുസ് ചെലവാക്കിയത്, യൗവനം തുലച്ചു കളഞ്ഞത്, എവിടെ നിന്നാണ് പണം ഉണ്ടാക്കിയത്, എവിടെയാണ് തിരിച്ച് അത് ചെലവഴിച്ചത്, ഇൽമു കൊണ്ട് നീ എന്താണ് അമല് ചെയ്തത്, ഇതൊക്കെ അള്ളാഹു പറയണം. അങ്ങനെ ആ ഒരു രംഗത്തെ ഇതാണ് മനുഷ്യ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പടച്ചവനെ കുറിച്ചുള്ള ഈ ചിന്ത, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, വിചാരണയെക്കുറിച്ചുള്ള ചിന്ത. അതുകൊണ്ടാണ് കുറ്റവാളികളോട് അള്ളാഹ് ചോദിക്കുന്നത്, അലാ യമുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ, ഇവർക്ക് പടച്ചവന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള വിചാരം ഇല്ലേ? അളവ് തൂക്കത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന സൂറത്ത് അൽ മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ ഇദാ ഖാലുഹും വസനുഹും യുഖ്സറൂൻ അലാ യമുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ. അവർക്ക് ബാസിനെ പറ്റിയിട്ടുള്ള വിചാരം ഇല്ലേ? അല്ലദീന യമുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ആരാണ് ഭക്തിയുള്ളവർ? അവർക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ യമുന്നൂന അന്നഹും മുലാഖു റബ്ബ്, തങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടും, ഞങ്ങൾ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങും എന്ന വിചാരം ഉള്ളവരാണ് ഭക്തിയുള്ളവർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അൽ ഖൗഫ് മിനൽ ജലീൽ, പടച്ചവനെ ഭയപ്പെടുക. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി, 7 കൂട്ടർക്ക് അല്ലാഹ് തണൽ കൊടുക്കും. യൗമലാവില്ല ഇല്ലാതില്ലു, അള്ളാന്റെ തണൽ മാത്രമേ അന്ന് ഉണ്ടാവുള്ളൂ. വിചാരണ വേളയാണ്, പരലോകമാണ്, മഹ്ശറാണ്. അപ്പൊ അള്ളാന്റെ തണൽ കിട്ടുന്ന 7 കൂട്ടരിൽ ഒരു കൂട്ടരാരാണ്? റജുലുൻ, ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ. സുന്ദരിയായ കുലീനയായ ഒരു സ്ത്രീ വിളിക്കുകയാണ്. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ രാജ്ഞി വിളിച്ചല്ലോ, അസീസിന്റെ ഭാര്യ. കാല ഹൈ തരക്, നീ നശിച്ചുകൊട്ടെ, തൊലഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് രക്ഷപ്പെട്ടു. ഇതേപോലെ ഒരു മനുഷ്യനെ, ചെറുപ്പക്കാരനെ, പുരുഷനെ, നല്ല സുന്ദരിയായ കുലീനയായ ഒരു പെണ്ണ് വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് നമുക്കതിൻ്റെ അകത്ത് മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹം പറയും, ഇനി അഹാഫുള്ള, എനിക്ക് ഈ പണിക്ക് പറ്റില്ല, ഞാൻ പടച്ചോനെ ഭയപ്പെടുന്നു. ഇത് പടച്ചോന്റെ മുമ്പിൽ വിചാരണ നടക്കുന്ന രംഗത്ത് ഇതൊക്കെ കൊണ്ടുവന്നാൽ എത്ര അയ്വായി പോകും. അങ്ങനെ പറഞ്ഞവനാണ് എന്തുള്ളത്? അർശിന്റെ തണൽ കിട്ടും. ഇതാണ് ഈ ഖൗഫ്, തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ കാട്ടിക്കൂട്ടലൊന്നുമല്ല. ലൈസ തുഖാ ഫിദ്ദീനി മഖ്സൂറത്തുൻ അലാ സ്വലാത്തിൽ മുസല്ലി ഔ സിയാമി സുവമി വലാകിന്നഹാ തർകുൽ കബീഹി വഫഇലു മാ യുഅദ്ദി മിനൽ ഹുസ്ന ഇലാ നൈരി മുഗ്നമി. മഹാനായ യൂസുഫുൽ ഖർദാവി തഖ്വയെ പറ്റി ഒരു കവിത ആലപിക്കുകയാണ്. ലൈസ തുഖാ ഫിദ്ദീൻ, ദീനിൽ തഖ്വ എന്ന് പറയുന്നത് മഖ്സൂറത്തുൻ അലാ സ്വലാത്തിൽ മുസല്ലി വസിയാമി സുവമി, നമസ്കാരക്കാരന്റെ നമസ്കാരത്തിലും നോമ്പുകാരന്റെ നോമ്പിലും പരിമിതപ്പെട്ടതല്ല. എന്ത്? ദീനുൽ ഇസ്ലാമിൽ തഖ്വ, ഭക്തി എന്നുള്ളത്. മറ്റെല്ലാ മതങ്ങളിലും ഭക്തി എന്ന് പറഞ്ഞാൽ ആരാധനാ കേന്ദ്രീകൃതമാണ്. ഇസ്ലാമിൽ ഭക്തി എന്നുള്ളത് ആരാധനാ കേന്ദ്രീകൃതമല്ല. ആരാധന ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ആരാധിച്ചതുകൊണ്ട്, എന്തില്ല, നോമ്പ് പിടിച്ചതുകൊണ്ട്, നമസ്കരിച്ചതുകൊണ്ട്, സക്കാത്ത് കൊടുത്തതുകൊണ്ട്, ഹജ്ജ് ചെയ്തതുകൊണ്ട്, സിക്ർ ചെയ്തതുകൊണ്ട് എന്തുണ്ടാവില്ല? ഇതുണ്ടാവില്ല. ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണത്.
അതിലേക്കുള്ള കവാടത്തിനെ നമ്മൾ വഴിയിലെത്തിയിട്ടുള്ളൂ. വഴിയിൽ പ്രവേശിച്ച ആൾ ആരും പള്ളിയിലെത്തില്ല. വണ്ടിപ്പേട്ടയിൽ വന്നിട്ട് ഇങ്ങോട്ട് കയറി ഇവിടെ വന്നാലേ പള്ളിയിലെത്തോളൂ. ഞാൻ വഴിയിൽ ഉണ്ട്, പള്ളിയിൽ വന്നതിൻ്റെ കൂലി കിട്ടില്ല, നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടില്ല, നിസ്കാരം ആവില്ല. എന്ത് ചെയ്യണം? ഇവിടെ തന്നെ വരണം. അതുകൊണ്ട് നമസ്കാരത്തെ എന്താണ് വലാക്കിന്നഹ, മറിച്ച് തഖ്വ എന്താണ്? ദീനിൽ തർക്കുൽ ഖബീഹി, എല്ലാ മ്ലേച്ഛത്തരങ്ങളെയും വഷളത്തരങ്ങളെയും ഒഴിവാക്കലാണ്. വഫീലു മാ യുഅദ്ദി മിനൽ ഹുസ്ന, നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. പരലോക പ്രതിഫലം നമുക്ക് നേടിത്തരുന്ന എന്തെല്ലാം മേഖലകളുണ്ടോ അതിലെല്ലാം നമ്മുടെ കയ്യൊപ്പ് പതിപ്പിക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് മഹാനായ യൂസുഫുൽ ഖർദാവി പറയുകയാണ്. അതുകൊണ്ട് ഈ തഖ്വ എവിടെയാണ് നമുക്ക് എങ്ങനെയാണ് സംഭരിക്കാൻ കഴിയുക? തഖ്വയുടെ കേന്ദ്രം എന്ന് പറയുന്നത് പ്രകടമായ ഭാവത്തിലല്ല, താടിയിലോ തൊപ്പിയിലോ വസ്ത്രത്തിലോ ഇങ്ങനെ വിനയത്തിലോ ആളുകളെ കാണുമ്പോൾ ആ കാട്ടിക്കൂട്ടലല്ല, മറിച്ചെന്താണ്? അത് ആന്തരികമായതാണ്. വനഫ്സിൻ വമാ സവ്വാഹ, നഫ്സാണ് സത്യം, അതിനെ സന്തുലിതപ്പെടുത്തിയവനാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, നഫ്സിന് അതിൻ്റെ ഫുജൂർ, പാപം എന്താണ് എന്ന്, തിന്മ എന്താണ് എന്ന്, അതിൻ്റെ വഷളത്തര ഏതാണ് എന്ന്, തഖ്വ അതിൻ്റെ ഭക്തി ഏതാണ് എന്ന് അള്ളാഹു കാണിച്ചുകൊണ്ട് ഉത്ബോധനം ചെയ്തു കൊടുത്തു. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ നഫ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ ചേറിൽ പൂഴ്ത്തിയവൻ, മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തഖ്വ ഹാ ഹുന, 3 തവണയാണ് പറഞ്ഞത്. തഖ്വ ഇവിടെയാണ്, തഖ്വ ഹാ ഹുന, അത്തഖ്വ ഹാ ഹുന, ഇവിടെയാണ് തഖ്വ, മനസ്സിലാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ആകാര സൗന്ദര്യങ്ങളിലേക്കോ ശരീര ഭംഗിയിലേക്കോ ഒന്നും അല്ല പടച്ചോ നോക്കുക. വലാക്കി യനാലുഹു തഖ്വ വലാക്കി യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് പടച്ചോ നോക്കുക. എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ്? അവൻ്റെ ഉള്ളിലിരിപ്പുണ്ടല്ലോ, നമ്മൾ സാധാരണ പറയാറില്ലേ, ഓ അതറിഞ്ഞാൽ, അവൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് അറിഞ്ഞാൽ. നമ്മൾ നാടൻ പ്രയോഗമാണ്. എന്താ ഈ പറഞ്ഞത്? ഒരാളുടെയൊക്കെ എൻ്റെ ഉള്ളിലിരിപ്പ് നിങ്ങൾ അറിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നമ്മൾ അറിഞ്ഞാൽ. റഹ്മാൻ റഹീം എന്നുള്ള ഈ ഖുറാനിലെ ആ പ്രഥമ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി പറയുന്നത് അള്ളാന്റെ റഹ്മത്ത്, അള്ളാഹ് റഹ്മാനാണ് റഹീമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എത്രയാണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന എല്ലാം പടച്ചമ്പരാൻ അറിയാം, എല്ലാം അറിയാം. എന്നിട്ടും റബ്ബ് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനായിട്ടുള്ള എല്ലാം തരികയാണ്. അന്നം തരികയാണ്, വെള്ളം തരികയാണ്. നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് എടുത്താൽ നിനക്ക് ഈ ഒന്നുമില്ല, പൈസ വയ്ക്കും, നിനക്കൊന്നും ഞാൻ തന്നില്ല, ഞാൻ പറഞ്ഞാൽ നിനക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പറയാം, മക്കളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ പൈസ ഒന്നും ചോദിക്കുകയും വേണ്ട, അപ്പച്ചി മൊബൈൽ റീചാർജ്, ഒരു മൊബൈൽ റീചാർജ് ചെയ്ത് സിനിമ കണ്ടിരിക്കാൻ വേണ്ടിയില്ല, പള്ളി പോലെ നിസ്കരിക്കുകയില്ല, നമ്മൾ പറയാവുന്ന എല്ലാം പറയും. പള്ളി ആയതുകൊണ്ട് അത് ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അള്ളാഹ് നമ്മയോട് ഇങ്ങനെ പറഞ്ഞാലോ, അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്. എന്നിട്ട് ഇമാം റാസി അദ്ദേഹം തഫ്സീറിൽ പറയുകയാണ്, അള്ളാഹ് നമ്മളെ അറിയുന്നത് പോലെ നമ്മളിൽപ്പെട്ട നമ്മുടെ ഭാര്യ നമ്മെ പറ്റി അറിഞ്ഞാൽ, ഭർത്താവ് നമ്മെ പറ്റി അറിഞ്ഞാൽ, മക്കൾ അറിഞ്ഞാൽ, വാപ്പയറിഞ്ഞാൽ, കൂട്ടുകാരൻ അറിഞ്ഞാൽ, അയൽപക്കക്കാരൻ അറിഞ്ഞാൽ, നമുക്ക് ഈ ദുനിയാവിൽ ഒരു നിമിഷം പോലും ജീവിക്കാനുള്ള അവസരം അവരെന്തില്ല, തരില്ല. ഇവർക്കിതൊന്നും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദുനിയാവ് ഇങ്ങനെ സമാധാനത്തിൽ പോകുന്നത്. അപ്പൊ അള്ളാഹ് എത്രമാത്രം കാരുണ്യവാനായിരിക്കും. അതുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ ശുദ്ധ ഹൃദയത്തോടു കൂടി എത്തിച്ചേരാൻ നമ്മെ പര്യാപ്തമാക്കി എടുക്കുക എന്നുള്ള വലിയൊരു പ്രക്രിയയാണ് ഈ ഇബാദത്തുകൾക്കുള്ളത്, നോമ്പിന് പ്രത്യേകിച്ചും ഉള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് അതിനെ സംസ്കരിക്കും. മനുഷ്യന്റെ മനസ്സിനെ പറ്റി വിശുദ്ധ ഖുർആൻ 4 പ്രയോഗങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് എന്താണ്? ഖസാവത്തുൽ ഖുലൂബ്, അൽ ഖുലൂബുൽ ഖാസിയ, കടുത്തുപോയ ഹൃദയം, കടുത്തുപോയ ഹൃദയം. സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാർ, കല്ലുപോലെ കടുത്തത്. ഔ അശദ്ദു ഖസ്വ, അല്ല അതിനേക്കാൾ കടുത്തു പോയത്. കാരണം കല്ല് പോലെ കടുത്തു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം കല്ലും ദയയുള്ളതാണ്. ഇന്ന മിൻഹ ലമാ യഹ്ബിത്തു മിൻ ഖശിയത്തില്ല വ ഇന്ന മിൻഹ ലമാ യശഖഖു വ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. അത് ചിലപ്പോൾ എന്താണ്, പൊട്ടിത്തകരും പടച്ചോനെ പേടിച്ചിട്ട്. അതിൽ നിന്നാണ് നീരുറവകളെല്ലാം പൊട്ടി, കടുത്ത പർവ്വതങ്ങൾ, ഈ പാറക്കെട്ടുകൾ, അതിൻ്റെ അകത്തു നിന്നാണ് എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗ, യമുന, ബ്രഹ്മപുത്ര, അങ്ങനെ തുടങ്ങി എന്തോരം നദികളാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കാവേരി മുതൽ പെരിയാർ മുതൽ എത്രയോ നദികളാണ്, 10-34. ഈ നദികളൊക്കെ അവിടെ നിന്ന് കടുത്തുപോയ കല്ലിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്ന ഉറവ. എവിടെ നിന്നാണ് വരുന്നത്? കല്ലിൻ്റെ ചോട്ടിൽ നിന്നാണ്. അതുകൊണ്ട് കല്ല് പോലെ കടുത്താണ് അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല.
ഈ കടുത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒന്നും കയറില്ല. അങ്ങനെയുള്ള ഒരു ഹൃദയമുണ്ട്, ആത്മാവുണ്ട്, നഫ്സുണ്ട്. ഒരു നന്മയില്ലാത്ത, നന്മകളൊക്കെ വറ്റി വരണ്ട് പോയി മരുഭൂമി കണക്കെ ആയിത്തീർന്ന ഒരു നന്മയും ചെയ്യില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. അങ്ങേയറ്റം ലുബ്ധനും സ്വാർത്ഥനുമായ ആളുകൾ, അവരോട് ഒരു കാര്യവും പറഞ്ഞിട്ട് അവരിൽ നിന്ന് ഒരു പരിവർത്തനം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ്, അലൈക്കും അൻഫുസുക്കും ലാ യദുറുക്കും എന്നല്ല ഇത് ഹിത്തദൈത്തും. നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെങ്കിൽ മറ്റുള്ളവർ വഴിപിഴച്ചു പോയതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ള ആയത്തിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതമറു ബിൽ മഅറൂഫി വൻതഹു അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ തടയണം. ഹത്താ ഇദാ റഅയ്ത ശുഹൻ മുതഅ വഹവൻ മുത്തബഅ വദുനിയാ മുസറ വഇജാബ കുല്ലി ദി റഈൻ ബിറഈഹി ഫഅലൈക നഫ്സക. കടുത്തുപോയ ഹൃദയം ഉള്ളവരുടെ പ്രകൃതം എന്താണെന്ന് റസൂലുള്ളാഹി അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പലരെയും പള്ളിയിലേക്ക് വിളിക്കും, അൽക്കായോഗത്തിലേക്ക് വിളിക്കും, ഖുർആൻ സ്റ്റഡിക്ക് വിളിക്കും, ഇന്നത്തെ പരിപാടിക്കും വിളിക്കും. ഒരു കാര്യമില്ല. നമ്മൾ സ്കോഡൊക്കെ പോകുമ്പോൾ പറയാമല്ല, അയാൾ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, വരില്ല. എന്താണ് കാരണം? ഹത്താ ഇദാ റഅയ്ത ശുഹൻ മുത, ഈ ലുബ്ധ്, സ്വാർത്ഥത, തൻ്റെ നേട്ടത്തിനപ്പുറം വേറെ ഒന്നും കാക്ഷിക്കാത്ത മനുഷ്യർ, അവരെ നന്നാക്കി എടുക്കാൻ കഴിയും. അവരെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. വഹവൻ മുത്തബ, ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടു പോയ ആളുകൾ, മദ്യത്തിന്, വ്യഭിചാരത്തിന്, അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക്, ആ അഡിക്ഷൻ ഇന്ന് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, നേരത്തെ വീട്ടിൽ ഒരൊറ്റ TV ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും ഒരുമിച്ചിരുന്നു. ഇപ്പം എല്ലാ റൂമിലും സെപ്പറേറ്റ് സ്ക്രീനാണ്. ആരുമായിട്ടൊരു ബന്ധമില്ല. വീട്ടിൽ ഉമ്മ മരിച്ചു പോയാൽ അറിയുന്നില്ല, വെല്ലുപ്പ് മരിച്ചു പോയാൽ അറിയില്ല, വാപ്പാക്ക് എന്തെങ്കിലും പറ്റി അറിയില്ല. എല്ലാവരും അങ്ങനെയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ ഈ ഹവ മുത്തബ, ഇച്ഛയെ പിന്തുടരുക, അതിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആയി കഴിഞ്ഞിരിക്കുകയാണ്. വദുനിയാ മുസറ, ഐഹികമായ താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകപ്പെടുന്ന അവസ്ഥ. വഇജാബ കുല്ലി ദി റഈൻ ബിറഈഹി, ഓരോരുത്തരും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞു. മുയലിന് കൊമ്പയില്ല, പക്ഷെ അവൻ പറയാണ് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട്. 2 കൊമ്പായിരുന്നു നമുക്ക് സഹായിക്കായിരുന്നു. പക്ഷെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. താൻ പറഞ്ഞതിൽ നിന്ന് അണുക്കിട പിന്നോട്ട് പോകാൻ തയ്യാറല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല. ഇങ്ങനെ അവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിത്തീർന്ന അവൻ കടുത്തുപോയ ഹൃദയമാണ്. അതിന് നമ്മൾ കരുതിയിരിക്കണം. ഹൃദയം കടുത്തുപോയവർ ആ ഹൃദയത്തെ എന്ത് ചെയ്യണം? നിർമ്മലമാക്കിയെടുക്കണം. വിശുദ്ധ ഖുർആൻ, അല്ലദീന ഇദാ ദുക്കിറ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന അലാ റബ്ബിഹിം യതവക്കലൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ആര്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹു എന്ന് പറയപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഭയവിഹ്വലമാകും. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, അസ്സലാത്തു ഖൈറു മിനൻ നൗം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേട്ട് കഴിയുമ്പോൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റാത്തവണ്ണം പള്ളിയിലേക്ക് ഇറങ്ങി ഓടണം, ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന ഈ വിചാരം വരുന്നില്ല എങ്കിൽ അവൻ അള്ളാന്റെ ആയത്തുകൾ അവന്റെ മേൽ പാരായണം ചെയ്യപ്പെട്ട അവന്റെ ഈമാൻ അങ്ങ് വർദ്ധിക്കും. എന്നിട്ട് ആ ഈമാന്റെ താല്പര്യങ്ങൾ എന്താണ് ഞാൻ നിറവേറ്റേണ്ടത് എന്ന് അന്വേഷിച്ച് ജീവിതത്തെ അങ്ങ് സമർപ്പിക്കും. ആ ഒരു സമർപ്പണത്തിലൂടെയാണ് ഹൃദയവിശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. രണ്ടാമത്തെ ഒരു മനസ്സിന്റെ ഒരു പ്രകൃതമാണെന്ത്? അന്നഫ്സുൽ അമ്മാറ ബിസ്സൂ, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്. തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിന്റെ ഒരു അവസ്ഥയാണത്. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ ലാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ. യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയാണ്, രാജ്ഞിയാണ് കുറ്റക്കാരി എന്ന് രാജാവ് പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണെന്ത്? ഒമാ ഉബരിഉ നഫ്സി, ഞാൻ അങ്ങനെ വലിയ പരമപരിശുദ്ധ പവിത്രവാനാണ് എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്, കൽപ്പിക്കുന്നതാണ്. ഇല്ലാമൻ റഹിമ റബ്ബി, എൻ്റെ റബ്ബിന്റെ കാരുണ്യം കിട്ടിയവർക്കല്ലാതെ. അതുകൊണ്ട് നഫ്സ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഈ മനസ്സിനെയും നമ്മൾ മാറ്റിയെടുക്കണം. കടുത്ത മനസ്സ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. മൂന്നാമത്തെ മനസ്സ് തിന്മ ചെയ്തു കഴിയുമ്പോൾ എന്താ? കുറ്റപ്പെടുത്തുന്ന മനസ്സ്. അന്നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സ്. നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, നന്നേ ചുരുങ്ങി എന്ന് വണ്ടിപ്പേട്ട വന്ന് പ്രസംഗിച്ചു പോയത് നീയല്ലേ, നീ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ജനങ്ങളൊക്കെ ഉപദേശിച്ച് നടക്കുന്ന ആളല്ലേ, വലിയ ജമാഅത്ത് പ്രവർത്തകരല്ലേ, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ആൾക്കാരല്ലേ, അതല്ലേ ഇതല്ലേ, ഇതൊക്കെ നമ്മൾ സാധാരണ ജീവിതത്തിൽ കേൾക്കുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ അന്തരംഗത്ത് തന്നെ സൈനുദ്ദീൻ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ലത്തീഫ് സാഹിബ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓരോരുത്തരും നമ്മുടെ മനസ്സ് നമ്മെ എന്ത് ചെയ്യാണ്? നമ്മുടെ തെറ്റുകളുടെ പേര് കുറ്റപ്പെടുത്തുക. ആ ഒരു മനസാക്ഷി, ധാർമ്മിക മനസാക്ഷി എന്നാണ് പറയുക. അങ്ങനെ അത് വളർന്നു വന്ന് നമ്മളെന്തിനെ പരിപൂർണമായി പടച്ചവനിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ
എന്താണ് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ഖുലൂബുഹും വജുലൂദുഹും ഇലാ ദിക്രില്ലാഹ്. പടച്ചവനെ കുറിച്ചുള്ള വിചാരത്തിലേക്ക് മനസ്സെത്തിച്ചേരുന്ന അവസ്ഥയാണ്. അതിനാണ് ഈ അന്നഫ്സുൽ മുത്മയിന്ന, ശാന്തത കൈവരിച്ച. അപ്പൊ കടുത്ത ഹൃദയം, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹൃദയം, കുറ്റപ്പെടുത്തുന്ന ഹൃദയം, അവസാനം ശാന്തത, മരിക്കുന്നതിന് മുമ്പ് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊള്ളണം. അപ്പോഴാണ് ഈ മലക്ക് വന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറയുമ്പോൾ നമ്മുടെ റൂഹ് ഇതിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നൂല് എടുത്ത് കൊണ്ടുപോകുന്നത് പോലെ, മാവിൽ നിന്ന് മുടി വലിച്ചൂരിയെടുക്കുന്നത് പോലെ ആർക്കുമില്ല. മാവിനും കേടില്ല, മുടിക്കും കേടില്ല, എണ്ണയ്ക്കും നൂലിനും കേടില്ലാത്ത വണ്ണം അറിയാതെ സുസ്മേരവതനായി ചിരിച്ച് സലാം പറഞ്ഞ് സ്വർഗം കണ്ട് അങ്ങനെ പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന, ഇതിനാണ് ഈ തഖ്വ എന്ന്. അല്ലാഹു മാറ്റി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നഫ്സിനെ പരിവർത്തിപ്പിച്ചെടുക്കുക എന്ന വലിയൊരു പ്രക്രിയയാണ് ഇബാദത്തുകളുടെ മൗലികമായ ലക്ഷ്യം. നോമ്പ് അതിൻ്റെ മൂർത്തിമൽഭാവമാണ്. കാരണം ഈ വികാരങ്ങളെ എല്ലാം പിടിച്ചു കെട്ടുന്നതാണ് നോമ്പിന്റെ അർത്ഥം. സിയാമ എന്ന് പറഞ്ഞാൽ തന്നെ അൽ ഇംസാഖ്, പിടിച്ചു കെട്ടുക എന്നാണ്. അംസക്ക എന്ന് വെച്ചാൽ പിടിച്ചു നിർത്തുക. എന്തിനെ പിടിച്ചു നിർത്തുക? വിശപ്പിനെ പിടിച്ചു നിർത്തുക, ശരീര വികാരങ്ങളെ പിടിച്ചു നിർത്തുക, മനോവിചാരങ്ങളെ പിടിച്ചു നിർത്തുക, തെറ്റിലേക്കുള്ള പ്രേരണകളെ പിടിച്ചു നിർത്തുക. ആകാശലോകത്ത് റമദാന്റെ അവ്വലു ലൈലത്തിൽ റമദാന്റെ ഒന്നാമത്തെ രാത്രി ആയി കഴിഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് ഇങ്ങനെ ഒരു വിളിയാളം ഉണ്ടാകും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. അല്ലയെ നന്മയെ സ്നേഹിക്കുന്നവരെ മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ. തിന്മയെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസമായിട്ടെങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ എന്ന് ചോദിക്കാറില്ലേ? റമദാൻ മാസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഈ മനസ്സിന്റെ നന്മയെ അത് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള യാ ഖാദിമൽ ജിസ്മി കം തസ്ആലി ഖിദ്മതിഹി തത്ലുബു റിബഹ മിമ്മാ ഫീഹി ഖുസ്റാനു. ഈ ശരീരത്തെ ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുന്നവനെ, നീ നശിക്കുന്ന ശരീരത്തിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുക. അതുകൊണ്ട് അഖ്ബിൽ അലൻ നഫ്സി, നഫ്സിന് നീ മുൻഗണന കൊടുക്കുക. വസ്തക്മിൽ ഫളായിലഹ, അതിന്റെ ശ്രേഷ്ഠതകളെ പൂർത്തീകരിക്കുക. ഫഅന്ത ബിന്നഫ്സി, നീ നഫ്സ് കൊണ്ടല്ല, ബിൽ ജിസ്മി ഇൻസാനു, മനുഷ്യൻ ശരീരമല്ല. സമയത്തിന് തന്നെ ജമാഅത്ത് നിർവഹിക്കാൻ കഴിയുന്ന വണ്ണം ഞാൻ അവസാനിപ്പിക്കും. അപ്പം അതുകൊണ്ട് മനുഷ്യൻ കേവലം ഈ ശരീരം മാത്രമല്ല, ശരീരപ്രധാനമല്ല മനുഷ്യൻ എന്നുള്ളത്. ശരീരം ഒരു താൽക്കാലികമായ പ്രതിഭാസമാണ്, മരണത്തോടു കൂടി അത് നശിച്ചു. പിന്നെ അത് മനുഷ്യന് അപ്പോഴും എന്തുണ്ട്? ആത്മാവ്, ജീവൻ, സത്ത എന്നൊക്കെ പറയുന്ന ഒരു ഗുണമുണ്ട്. ആ നഫ്സിനെ ട്രീറ്റ് ചെയ്തെടുക്കുക, സംസ്കരിച്ചെടുക്കുക. അതിനെയാണ് ഖുർആൻ നേരത്തെ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ സംസ്കരിക്കുക, അതിനെ മലിനപ്പെടുത്തുക. മനസ്സിൽ നിന്നാണ് നന്മയാകട്ടെ തിന്മയാകട്ടെ ആദ്യം മനസ്സിലാണ് ഉണ്ടാവുക. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കും. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു ഒരു ജനതയെയും മാറ്റില്ല. അവർ അവരുടെ ഉള്ളിലുള്ളതിനെ മാറ്റിയാലല്ല, ഉള്ളിൽ നിന്നാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാറ്റത്തെ വേണ്ടി പണിയെടുത്ത ആ കാര്യത്തെപ്പറ്റി, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ഫീ ളലാലിൻ. പ്രവാചകൻ യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹിന്റെ ആയത്ത് അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഓത്തിൽ നിർത്തിയില്ല. വയുസക്കീഹിം, ആ ഓതിയതനുസരിച്ച് പാരായണം ചെയ്തതനുസരിച്ച് എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തെ സംസ്കരിച്ചു. ജീവിതത്തെ സംസ്കരിച്ചു. ജീവിത സംസ്കരണമാണ് ഇബാദത്തുകളുടെ ഇബാദത്തൊക്കെ പിന്നീടാണ് ഉണ്ടാവുന്നത്. ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമസ്കാരം അതിൻ്റെ ക്രമത്തോടുകൂടി കിബില മാറുകയും നമസ്കാരത്തിൻ്റെ രൂപവും ശൈലിയും ഒക്കെ വരികയും ജുമാ ഉണ്ടാവുകയും നോമ്പ് റമദാൻ ഹിജറ 2-ാം വർഷമാണ് നോമ്പുണ്ടാകുന്നത്. അങ്ങനെ ഓരോ നിയമങ്ങളും പിന്നീടാണ് ഉണ്ടാകുന്നത്. അതിന് മുമ്പേ തന്നെ അവരുടെ ജീവിതത്തെ മഹത്തായ ദീനീ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? സംസ്കരിച്ചിരുന്നു. മിക്കവാറും സഹാബാക്കൾ അള്ളാഹ് പല തിന്മകളും വിലക്കുന്നതിന് മുമ്പേ തന്നെ പലിശ ഒഴിവാക്കിയ, മദ്യപാനത്തിൽ നിന്ന് മുക്തരായി തീർന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് നമസ്കരിക്കും, നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ നോമ്പെടുത്തു തുടങ്ങിയ അങ്ങനെയുള്ള ആളുകളായിരുന്നു. ദാനം നിർബന്ധ സക്കാത്ത് വ്യവസ്ഥയാകുന്നതിന് മുമ്പ് തന്നെ ദാനം ചെയ്യുന്ന. അപ്പം ഇത് മനസ്സിൻ്റെ ഈ സംസ്കരണം എന്ന് പറയുന്ന വിശുദ്ധമായ ഗുണം നമ്മൾ നേടിയെടുക്കേണ്ട. കാരണം റമദാൻ മാസം
സൗം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, പിടിച്ചു കെട്ടുക എന്നാണ്. എന്തിനാണ് പിടിച്ചു കെട്ടുന്നത്? ഭക്ഷണത്തെ പിടിച്ചു കെട്ടുക, വികാരങ്ങളെ പിടിച്ചു കെട്ടുക, മോഹങ്ങളെ പിടിച്ചു കെട്ടുക. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തിനാണ് മനുഷ്യൻ ജോലി ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കാൻ. എന്തിനാ ജോലി ചെയ്യുന്നത്? മക്കൾക്ക് തീറ്റ കൊടുക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിൻ്റെ ഒക്കെ ലക്ഷ്യം എന്താ? നമ്മൾ മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകണം. സ്വർഗത്തിൽ പോകാൻ ഇവിടുത്തെ അധ്വാനത്തിൻ്റെ പൈസ ഒന്നും വേണ്ട. എയർ ടിക്കറ്റോ അല്ലെങ്കിൽ വിസ ടിക്കറ്റോ ഒന്നും വേണ്ട. പിന്നെ എന്തിനാ നമ്മൾ ഈ അധ്വാനിക്കുന്ന നമ്മുടെ കയ്യിൽ വരുന്ന പണം ശുദ്ധമാകണം, നാം കഴിച്ചത് ശുദ്ധമാകണം, നാം ധരിച്ചത് ശുദ്ധമാകണം, നമ്മുടെ ബന്ധങ്ങൾ സംശുദ്ധമാകണം. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക. ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടി നമുക്ക് സ്വയം ജീവിക്കാൻ, ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നതിനെ അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് എല്ലാ തിന്മയും കിടക്കുന്നത്. അന്നം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അധ്വാനം, കൊള്ളയും കൊലയും നടത്തി, പിടിച്ചുപറി നടത്തി, ചൂഷണം നടത്തി, അടിച്ചെടുത്ത് സമ്പത്ത്, അത് എവിടെന്നാ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അധാർമികമായ വഴികളും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്. അവിടെ നോമ്പിലൂടെ എൻ്റെ സമ്പത്ത് ശുദ്ധമായിരിക്കണം, സക്കാത്തിലൂടെ അത് വീണ്ടും ശുദ്ധീകരിക്കപ്പെടണം, എൻ്റെ ലൈംഗിക വൃത്തി പടച്ചവൻ അനുവദിച്ച വഴിയിലൂടെ തന്നെ ആവണം. അതിനെന്ത് വേണം? മനസ്സിൽ ഈ അധമമായ എല്ലാ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒഴിവാക്കിയെടുത്ത് കൽബ് സലീം, സംശുദ്ധമായ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായ ഹൃദയമായി നമുക്ക് മാറി. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ധനവും മക്കളും ഒന്നും പ്രയോജനം ചെയ്യാത്തൊരു ദിനം. നാൾ കൂടി പ്രയോജനം ചെയ്യുന്ന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ ഹൃദയവുമായി പടച്ചവൻ്റെ മുമ്പിൽ എത്തിപ്പെട്ട. നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ ഈ ഹൃദയത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ മുത്തുമഇന്ന, ശാന്തമായ ആ മനസ്സ്, അതാണ് കൽബ് സലീം. ആ കൽബുൻ സലീമായിട്ട് പടച്ചവനെ കണ്ടുമുട്ടാൻ നമ്മെ പര്യാപ്തമാക്കി എടുക്കുകയാണ് ജീവിതം. ഈ റമദാന്റെ പകലിൽ നമ്മൾ ഒഴിവാക്കുന്നത് അള്ളാഹ് ഹലാലാക്കിയ കാര്യങ്ങളെയാണ്. ഹറാമാക്കിയ മദ്യം മാത്രം അല്ല നമ്മൾ ഒഴിവാക്കുന്നത്. എല്ലാ വെള്ളവും കുടിക്കൂല, ഒരു വെള്ളവും കുടിക്കൂല, ഒരു ഭക്ഷണവും നാം അധ്വാനിച്ച് വീട്ടിൽ മേടിച്ചു കൊടുന്ന് വച്ചിരിക്കുന്ന ഭക്ഷണം അത് കഴിക്കില്ല. നമ്മുടെ സ്വന്തം ഭാര്യ ബന്ധപ്പെടില്ല, ഭർത്താവ് ഇല്ല. അനുവദനീയമായ കാര്യങ്ങൾ റമദാന്റെ പകലിൽ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ജീവിതത്തിനൊന്നും സംഭവിച്ചില്ല. മനുഷ്യൻ ഉത്കൃഷ്ടനായി തീരുകയാണ്. എന്നാൽ നിഷിദ്ധമായ ആഹാരം നിങ്ങൾ വെടിയൂ, നിഷിദ്ധമായ പാനീയങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കൂ, നിഷിദ്ധമായ ലൈംഗിക ആസ്വാദനങ്ങളെ വർജിക്കൂ, സംശുദ്ധമായ അടിത്തറയിൽ ജീവിതത്തെ പടുത്തുയർത്തൂ. ഇതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഇസ്ലാമിൻ്റെ ഈ ഒരു പരിവർത്തനത്തിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ സമുദായ ജീവിതത്തിലേക്ക്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നതാണ് ഈ തഖ്വ എന്നുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അൽ ഖനാഅത്തു ബിൽ ഖലീൽ, അള്ളാഹ് നൽകിയ ചുരുക്കം വിഭവം കൊണ്ട് തൃപ്തിപ്പെടുക. അമലു ബിൽ തൻസീൽ, അള്ളാഹ് ഇറക്കിയ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുക. വൽ ഇസ്തിഅദാദു ലിയൗമി റഹീൽ, ഈ ദുനിയാവിനോട് വിട പറയുന്ന മരണത്തിൻ്റെ നിമിഷത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഈമാനോടുകൂടി മരിക്കാൻ, ഈമാനോടുകൂടി ജീവിക്കുക. ആ ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം തസബ്ബത് മിനത്ത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദ് ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുക, തസവ്വത്, നീ സംഭരിക്കുക, മിനത്ത് തഖ്വ, തഖ്വയിൽ നിന്ന് തഖ്വ സംഭരിക്കുക. ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഇത് ജന്ന ലൈലുൻ, രാത്രി ഇരുൾ മൂടിക്കഴിഞ്ഞാൽ ഹൽ തഈഷു ഇലൽ ഫജ്രി, പ്രഭാതത്തിലേക്ക് നീ ഇതേപോലെ എഴുന്നേറ്റ് വരുമെന്ന് ആർക്കും ആരെ പറ്റിയിട്ടും ഉറപ്പ് പറയുവാൻ കഴിയുകയില്ല. ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാഅ വഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ. പ്രഭാതമായാൽ പ്രദോഷത്തെ, പ്രദോഷമായാൽ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കുവാൻ പാടില്ല. ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നീ നിന്നെ എണ്ണേണ്ടത് കബറാളികളുടെ കൂട്ടത്തിൽ. ഉറപ്പുള്ളത് അത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എണ്ണ എടുക്കാൻ തുടങ്ങിയാൽ ഞാൻ ആദ്യം എന്നെ എണ്ണാൻ പാടില്ല, കാരണം എണ്ണം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എണ്ണം തുടങ്ങാവുള്ളൂ. ഞാൻ മരിച്ചു വീണ അടുത്ത ആൾ എണ്ണം തുടങ്ങണം. ഇത് കരുതിയിരിക്കും. ഇമാം ഷാഫി പറയും, കാരണം കമ്മിൻ സിഗാരി യുർതജാതൂല ഉംരിഹി, ദീർഘകാലം ജീവിക്കുമെന്ന് വിചാരിച്ച എത്രയോ കുഞ്ഞുങ്ങളാണ് വഖദ് ഉദ്ഖിലത് അർവാഹും
ഫീ ദുൽമത്തിൽ ഖബരി, അവരുടെ ശരീരങ്ങൾ കഫൻ ചെയ്ത കുഞ്ഞുങ്ങളുടെ ഇന്ന് രാവിലെ നമ്മൾ പത്രം വായിച്ചപ്പോൾ ചെറിയ കുട്ടികൾ ശരീരാവയവങ്ങളൊക്കെ 1.5 വയസ്സുള്ളൂ. അവളുടെ മാതാപിതാക്കൾ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയതാണ്. ഇന്നലെ വരെയും കളിച്ച് തുള്ളിച്ചാടി നടന്നിരുന്ന കുട്ടി ഇന്നില്ല, ദുനിയാവിലില്ല. ഇത്രയേ ഉള്ളൂ ജീവിതം. വളരെ നൈമിഷികമായ, കണ്ണ് തുറന്ന് അടച്ച് തുറക്കുന്നതിന് മുമ്പേ തന്നെ അവസാനിച്ചു പോകുന്ന, ഞൊടിയിടയിൽ അവസാനിച്ചു പോകുന്ന അല ഇന്നമ ദുനിയ നദാറത്തു ഐക്കത്തിൻ ഇദഖ്ലറ മിൻഹാ ജാനിബുൻ ജഫ ജാനിബു. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഈ ഐക്ക വൃക്ഷം പോലെയാണ്. വളരെ ആയുസ് കുറഞ്ഞ വൃക്ഷമാണ് അത്. ഇദഖ്ലറ മിൻഹാ ജാനിബുൻ, പച്ചപ്പ് ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു ഭാഗം എന്ത് ചെയ്യും? ഉണങ്ങാൻ തുടങ്ങും. ജഫ ജാനിബു. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് തമൂജു ദൈദാനു സറ ഫീ അക്ബുദിൻ, നമ്മുടെ കരളിൽ, ഹൃദയത്തിൽ, മനസ്സിൽ ഇപ്പൊ ആഗ്രഹങ്ങൾ അലതല്ലുകയാണ്. ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. പക്ഷേ തമൂജു ദൈദാനു സറ ഫീ അക്ബുദിൻ കാനത് തമൂജു ബിഹൽ മുനാ വ തമൂറു, ഈ ആഗ്രഹങ്ങൾ അതലതല്ലിയ നിങ്ങളുടെ കരളിൽ, ഹൃദയത്തിൽ നാളെ നമ്മുടെ ജനാസ കബറിൽ കൊണ്ടുപോയി വച്ചാൽ അവിടെ അലതല്ലാൻ പോകുന്നത്, ഇരച്ചു കയറാൻ പോകുന്നത് ആഗ്രഹങ്ങളല്ല, മണ്ണിന്റെ പുഴുക്കളാണ്. കവി പറയാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതുകൊണ്ട് ആ ജീവിതത്തെപ്പറ്റി നമ്മൾ നന്നായി കണക്കെടുത്ത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എനിക്ക് അള്ളാഹു ആഫിയത്ത്, ആരോഗ്യം നൽകാൻ ഞാൻ നോമ്പെടുക്കുന്നു. നോമ്പിന്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന വണ്ണം അതിനെതിർ നിൽക്കുന്ന എതിർഭാഗത്ത് നമ്മുടെ ജീവിതത്തെ പ്രധാനപ്പെട്ട ശത്രു ഇമാം ഗസാലി പറയുകയാണ്, ഇന്നി ബുരീതു ബി അർബഇൻ യർമീനനി ബിന്നുബുരി അൻ ഖൗസിൻ ലഹാ തൗകീദു ഇബ്ലീസ് വദ്ദുനിയ വനഫ്സി വൽവറ യാ റബ്ബി അൻത അലൽ ഖലാസി ഖദീർ. നമ്മുടെ ജീവിത പ്രയാണത്തിനിടയിൽ ആ കൂടി 4 ശത്രുക്കളെ നമുക്കുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനൊന്നും അല്ല, ഇസ്രായേലും അമേരിക്കയും ഒന്നും അല്ല. അതൊക്കെ വേറെ ശത്രുക്കളാണ്. നിങ്ങളുടെ മുമ്പിലുള്ള ശത്രു ഏതാണ്? ഇബ്ലീസു വദ്ദുനിയ വനഫ്സി വൽവറ. ഇന്നി ബുരീതു, ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ്. ബി അർബഇൻ, 4 കാര്യങ്ങൾ കൊണ്ട്. വലിഞ്ഞു മുറുക്കിയ ആ ഞാനിൽ നിന്ന് ഓരോന്നായിട്ട് അസ്ത്രങ്ങൾ എൻ്റെ നേർക്ക് എയ്തു വിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ അസ്ത്രം? ഇബ്ലീസ്. രണ്ടാമത്തെ അസ്ത്രം എന്താ? ദുനിയ. മൂന്നാമത്തെ അസ്ത്രം എന്താണ്? ഹവ, ഇച്ഛ. ഇബ്ലീസ്, ദുനിയാവ്, ഇച്ഛ, വൽവറ. പിന്നെ നമ്മുടെ സമസൃഷ്ടികൾ. അപ്പൊ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള കരുത്ത് തഖ്വ മാത്രമാണ്, ദീൻ മാത്രമാണ്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക. ഏക് സജദ ജിസേ തു ഗിറാൻ സമജ്താ ഹേ ഹസാർ സജദോം സേ ദേതാ ഹേ ആ തുമീ കു നജാത്ത്. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കുക പൂർണ്ണമായിട്ട്. വളരെ പ്രയാസമാണത്. പക്ഷേ 1000 സാഷ്ടാംഗങ്ങളിൽ നിന്ന്, 1000 സറണ്ടറുകളിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുന്ന മഹത്തായതാണ് നിങ്ങൾ പടച്ചവന് മുമ്പിൽ കൊടുക്കുന്ന ഒരൊറ്റ സുജൂദ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനെ യഥോചിതം വരവേൽക്കാനും റമദാനിലൂടെ ഈ പറയപ്പെട്ട നന്മകൾ പരമാവധി ജീവിതത്തിലേക്ക് ആർജിച്ചെടുത്ത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ദീനീ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും നിർവഹിക്കുവാനും കഴിയുന്ന വണ്ണം അള്ളാഹു നമ്മെ പരിവർത്തിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ തസ്കിയത്തും നമ്മുടെ ജീവിതത്തിൽ തഖ്വയും അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها وأنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഞങ്ങൾ